ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് 62. നമ്മൾ മണ്ഡലം 1 നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ 27ാമത്തെ സൂക്തമാണ്. ഇതിലെ ദേവത അഗ്നിയും വിശ്വദേവന്മാരുമാണ്. അതേ ദേവതകളാണ്, എല്ലാം അഗ്നിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പം നമ്മൾ അതിൽ 1, 2, 3 ഇന്ന് നോക്കുന്നത് മന്ത്രങ്ങൾ. കാരണം ഈ മന്ത്രങ്ങൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മാഗ്നറ്റിക് ഫ്ലക്സ് ഒരു കമ്പിയിലോട്ട് കറണ്ട് പോകുമ്പോൾ അതിന് മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ചുറ്റും വന്നിട്ട് ഫ്ലക്സുകളുണ്ട്. അല്ലെങ്കിൽ കമ്പിയിലോട്ട് കറണ്ട് പോകുമ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം മാഗ്നറ്റിക് ഫ്ലക്സും എല്ലാം റിലേറ്റഡ്, ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിക് ഫ്ലക്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണ്. അതിനെപ്പറ്റിയാണ് ഇവിടെ പരാമർശിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഓരോ മന്ത്രത്തിലായിട്ട് പോകാം. ആദ്യം 1ാമത്തെ മന്ത്രത്തിലേക്ക്. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 27-1. ഋഷി ശുനശേവൻ, ദേവതാഗ്നി, വിശ്വദേവന്മാർ, ഛന്ദസ്, ഗായത്രി. അശ്വം നത്വാ വാരവന്തം വന്ദധ്യാഗ്നി നമോഭിഃ സംഭ്രാജന്തം അധ്വരാണാം. തഴച്ചു വളർന്ന രോമത്തോടുകൂടിയ അശ്വത്തിന് സമാനമായും യജ്ഞ സാമ്രാട്ടിന് തുല്യവും പ്രതിഷ്ഠിതമായിരിക്കുന്ന അഗ്നിയെ സ്തുതികളാൽ പൂജിക്കുന്നതിനായി ഞാൻ ഉപസ്ഥിതനായിരിക്കുന്നു. ഇവിടെ 1 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അഗ്നി ഒരു കുതിരക്ക് സമാനമാണ്. കുതിരേൻ്റെ പുറത്ത് മുഴുവൻ എന്തുണ്ട്? തഴച്ചു വളരുന്ന തരത്തിലുള്ള രോമങ്ങളുള്ള കുതിരക്ക് സമാനം. കുതിര എന്ന് പറയുമ്പോൾ വേദപ്രകാരം അതിനെ ഹോഴ്സ് പവർ, എനർജി ആയിട്ട് എടുക്കണം. അപ്പോൾ ഇവിടെയുള്ള എനർജി എന്താണ്? രോമങ്ങളുള്ള എനർജിയാണ്. എനർജി അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു മാഗ്നറ്റ് ആണെങ്കിലും മാഗ്നറ്റിക് എനർജി ഉണ്ട്. അതിൻ്റെ മുന്നിലും ചുറ്റും എന്തുണ്ട്? രോമങ്ങളെപ്പോലെയുണ്ട്. അതാണ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. ആ ഫ്ലക്സിലിട്ട് കോയിൽ തിരിക്കുമ്പോഴാണ് നമുക്ക് വൈദ്യുതി ഉണ്ടാകുന്നത്. ഇനി ആ വൈദ്യുതി കമ്പിയിലോട്ട് ഒഴുകുമ്പോഴും അത് എന്തിനു ചെയ്യുന്നുണ്ട്? അത് അതിൻ്റെ ചുറ്റിലും ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഉണ്ടാക്കുന്നുണ്ട്. ആ വേവ്സും ഇങ്ങനെ തരംഗ രൂപത്തിൽ ഒരു രോമം മാതിരി അങ്ങനെ പോവുകയാണ്. ആ കമ്പിക്ക് ചുറ്റും രോമം മാതിരി പോവുകയാണ്. അപ്പോൾ ഇവിടെയുള്ള അഗ്നി എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റിയാണ്, അല്ലെങ്കിൽ മാഗ്നറ്റിസമാണ്. അതിൻ്റെ ചുറ്റും എന്തുണ്ട്? രോമങ്ങളുണ്ട്. അപ്പം കുതിര എന്ന് പറഞ്ഞാൽ എനർജി. ഈ എനർജിക്ക് രോമങ്ങൾ, കുതിരകൾക്ക് സമാന രോമങ്ങളുണ്ട്, വളരെ തിക്കായിട്ടുള്ള. അപ്പോൾ ഇവിടെ പറയുന്നത് മാഗ്നറ്റിക് ഫ്ലക്സിനെ പറ്റിയും ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ പറ്റിയുമാണ്. അതിന് സമാനമാണ് എന്ന് പറയുകയാണ്. കുതിരക്ക് രോമമുള്ള കുതിരകൾക്ക്, വളരെ തിക്കായ രോമങ്ങളുള്ള കുതിരക്ക് സമാനമാണ് ഈ അഗ്നി എന്ന് പറയുകയാണ്. അല്ലാതെ നമ്മളെ സാധാരണ അഗ്നിക്ക് രോമം ഉണ്ടാക്കും. അടുപ്പിൽ കത്തിക്കുന്ന അഗ്നിക്ക് എങ്ങനെ രോമം തരുന്നത്? അപ്പം രോമമുള്ള അഗ്നി ഏതാണ്? ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിസം. യജ്ഞ സാമ്രാട്ടിന് തുല്യം, എല്ലാ യജ്ഞങ്ങളുടെയും സാമ്രാട്ടാണ്. ആധുനിക കാലഘട്ടത്തിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് അല്ലെങ്കിൽ ഇത്തരം പൾസുകൾ, രോമെല്ലാം ഓരോ പൾസിന് സമാനമാണ്. ഇതിലെ മാഗ്നറ്റിക് ഫ്ലക്സ് ഇതൊന്നും ഇല്ലാതെ ആധുനിക കാലഘട്ടത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എല്ലാം എന്തൊക്കെ റേഡിയോ എല്ലാം ഓൺ ചെയ്യേണ്ടിയിട്ട്, ടി വി എല്ലാം ഓൺ ചെയ്യേണ്ടിയിട്ട് നമ്മൾ ഇവിടുന്ന് പ്രസ് ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഇന്നത്തെ യജ്ഞങ്ങളുടെ സാമ്രാട്ടാണത്. എല്ലാം നമ്മളിവിടെ ഇരുന്നിട്ട് ഇതിൻ്റെ ബലത്തിലാണ് നമ്മൾ എല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത്, ദൂരെ ഇരുന്നു കൊണ്ട്. സാമ്രാട്ടിന് തുല്യം നീ, ഒരു രാജാവിന് തുല്യം നീ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുകയാണ് ഇവിടെ. അഗ്നികളെ, ആ അഗ്നിയെ നമ്മൾ എന്ത് വേണം? സ്തുതികളാൽ പൂജിക്കണം. സ്തുതി എന്ന് പറഞ്ഞാൽ വേദമന്ത്രങ്ങളിലൂടെ, അല്ലെ ആധുനിക സയൻസിലൂടെ നമ്മൾ അതിനെ പൂജിക്കണം, സമീപിക്കണം. ആധുനിക സയൻസിലൂടെ
സയൻസിൻ്റെ സഹായത്താൽ, ഇലക്ട്രോണിക്സിൻ്റെ സഹായത്താൽ, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ സഹായത്താൽ, കമ്പ്യൂട്ടർ പ്രിൻസിപ്പിളിൻ്റെ അടിസ്ഥാനത്തിലെല്ലാം നമ്മൾ ഇതിനെ സമീപിച്ചു കഴിഞ്ഞാൽ ഈ അഗ്നി എന്ത് ചെയ്യും? രാജാവിന് തുല്യം ശോഭിക്കും. ആ അഗ്നി രാജാവിന് തുല്യം ശോഭിക്കും. ഞാൻ അതിനെ പൂജിക്കുകയാണ്. എന്തിൻ്റെ? ശാസ്ത്രത്തിൻ്റെയും സയൻസിൻ്റെയും അടിസ്ഥാനത്തിലും. ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എപ്പോഴും ഉണ്ട്. പക്ഷേ ശാസ്ത്രജ്ഞന്മാരാണ് അതിൻ്റെ പ്രഭാവങ്ങളെ കണ്ടെത്തിക്കൊണ്ട് ലോക പുരോഗതിക്കായിട്ട് ഉപയോഗിച്ചത്. ഇനി 2 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 27-2 സഖാന സൂനു ശവസാ പൃഥുപ്രഗാമ സുഷേവഹ മീഡ്വാമസ്മാഹം ബഭൂവയാത്. ബലപുത്രനും വിശാലനും ഗമനശക്തിയുള്ളവനും ശോഭയുള്ളവനും സുഖദാതാവും അഭീഷ്ട വർഷകനും ആയ അഗ്നി നമ്മുടേത് ആകട്ടെ. ഇത് ബലപുത്രനാണ്. ബലത്തിൽ നിന്നാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. വെള്ളത്തിൽ നിന്ന് വെള്ളം വീഴുമ്പോൾ അവിടെ ഒരു ജനറേറ്റർ വെച്ച് അതിനെ കറക്കുമ്പോഴാണ് വൈദ്യുതി ഉണ്ടാകുന്നത്. അല്ലാതെ വെറുതെ ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഉരക്കുമ്പോഴും ഒരു സ്പാർക്ക് ഉണ്ടാകുന്നുണ്ട്, തീ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു ചാർജാണ് ഉണ്ടാകുന്നത്, വൈദ്യുതി ചാർജാണ് ഉണ്ടാകുന്നത്. ആ ചാർജുകൾ യോജിക്കുമ്പോഴാണ് തീ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഇതെല്ലാം ബലത്തിലൂടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബലപുത്രൻ. അതേസമയം ഇതിനെന്തുണ്ട്? ബലവും ഉണ്ട്. ഈ മാഗ്നറ്റിക് ഫ്ലക്സിന് നല്ല ബലങ്ങളുണ്ട്. ഇന്ന് എല്ലാത്തിനെയും ഒരു റേഡിയോനെ വരെ ഒരു ടി വിയെ പോലെ ഓണാക്കാൻ, അല്ലെങ്കിൽ വലിയൊരു ഗേറ്റിനെ തുറക്കാൻ ഈ ഒരു പൾസ് മതി. അപ്പം ബലപുത്രനാണ്, വിശാലനാണ്. അതങ്ങനെ സ്പ്രെഡ് ചെയ്യും. ഒരു മാഗ്നറ്റിക് വേവ്സിനെ വിട്ട് കഴിഞ്ഞാൽ അത് ലോകത്തിൽ എവിടെയാണ്, ആകാശത്തിലെ സൂര്യനിൽ പോലും കയറിച്ചല്ല, അത് വിശാലമായിട്ട് അങ്ങ് സ്പ്രെഡ് ചെയ്യും. അല്ല, തീ അങ്ങനെ വിശാലമൊന്നുമല്ല. തീ ഒന്നൊന്ന് മറ്റൊന്നിലേക്ക് പോയാലേ കത്തി കത്തി പടരുള്ളൂ. ഇതല്ല, ഇതിനെ വിട്ട് കഴിഞ്ഞാൽ അങ്ങ് പോകും. വിശാലനം അതായത് സഞ്ചരിക്കാൻ ശക്തിയുള്ളവനുമാണ്. അതങ്ങ് സഞ്ചരിക്കും. അല്ലാതെ തീ സഞ്ചരിക്കില്ല. തീ എങ്ങനെയാണ് സഞ്ചരിക്കുന്നത്? തീ ഒന്നൊന്നും മറ്റൊന്നിലേക്ക് പിടിക്കുകയല്ലാതെ തീ ഇങ്ങനെ സഞ്ചരിക്കുക. അപ്പോൾ ഈ അഗ്നി എന്താണ്? ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ്. അതങ്ങനെ സഞ്ചരിക്കും. അതിന് സഞ്ചരിക്കാനുള്ള കഴിവുണ്ട്, ശോഭയുണ്ട്. അത് ശോഭയും പകർത്തും. ആ സിഗ്നലുകളെ നമുക്ക് ലൈറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തെടുക്കാം. പലതരം ശോഭ നൽകുക എന്നത് നമുക്ക് വലിയ ഗുണങ്ങൾ നൽകുക എന്ന നിലയിൽ. പിന്നെ എന്തുണ്ട്? സുഖദാതാവ്. നമുക്ക് നല്ല സുഖം നൽകുന്ന സംഗതിയാണ്. ആ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിലാണ് ഇങ്ങനെ ഫോൺ വെച്ചുകൊണ്ട് ഇപ്പം മനുഷ്യൻ്റെ തല മുഴുവൻ ഈ ഫോണിലും മൊബൈലിലും കിടക്കുകയാണ്. അവൻ ഈ ലോകത്തൊന്നുമല്ല ജീവിക്കുന്നത്. ഈ മൊബൈൽ വെച്ചിട്ടാണ് ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ എല്ലാം പിന്നിലുള്ള എന്താണ്? ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ്. അവരുടെ സുഖദാതാവും അഭിഷ്ടി നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിക്കുന്നവനാണ്. ഇന്ന് നമ്മളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിക്കണമെങ്കിൽ ഇപ്പം ചന്ദ്രനിലേക്ക് പോകണമെങ്കിൽ ഈ സിഗ്നൽ സിസ്റ്റം കൊണ്ട് കൺട്രോൾ ചെയ്തിട്ട് റോക്കറ്റ് കൊണ്ട് പോകണം. ഒരു റോക്കറ്റ്, ഒരു മിസൈൽ എവിടെയും കൊണ്ട് തൊടുത്തു വിടണമെങ്കിൽ അതിൻ്റെ വഴിയെല്ലാം ഈ മാഗ്നറ്റിക് ഫ്ലക്സിലൂടെ, മാഗ്നറ്റിക് വേവ്സിലൂടെ കൺട്രോൾ ചെയ്തുകൊണ്ടാണ് റോക്കറ്റ് എല്ലാം വിടുന്നത്. അപ്പം നമ്മളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിക്കും. നമ്മൾ വാതിലിൻ്റെ അടുത്ത് പോകുമ്പോൾ വാതിൽ തുറക്കും. അതെല്ലാം ഈ ചെറിയ മാഗ്നറ്റിക് ഫ്ലക്സുകളാണ്. അങ്ങനെയുള്ള അഗ്നി നമ്മുടേതായി തീരട്ടെ എന്ന് പറയുകയാണ്. ഇങ്ങനെയുള്ള അഗ്നി, അങ്ങനെ നമുക്ക് എല്ലാ സുഖം നൽകുന്ന ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന അഗ്നി, അല്ലെ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന സിസ്റ്റം, അഗ്നി നമ്മുടേതായി തീരട്ടെ. ഇനി 3 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 27-3 സനോ ദൂരാശ്ചാസ്തുനി മർത്യാരഖായോ പാഹി സതമിത് വിശ്വായു. അഗ്നി ഞങ്ങളെ എല്ലായ്പ്പോഴും
എല്ലാ പാപശക്തികളിൽ നിന്നും സംരക്ഷിക്കണമേ. ഇവിടെ പറയുന്ന എല്ലായിടവും വ്യാപിക്കുന്ന അഗ്നി, ഈ അഗ്നി എല്ലായിടവും വ്യാപിക്കും. അത് സാധാരണ അഗ്നിയല്ല, തീയല്ല. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ് എല്ലായിടത്തും കയറിയിട്ട് ചെല്ലുന്നത്. അല്ലാതെ നമ്മളെ തീക്ക് അങ്ങനെ എല്ലായിടത്തും ഒന്നും വ്യാപിക്കും. ഇത് എല്ലായിടവും സഞ്ചരിക്കും, ട്രാവൽ ചെയ്യും. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ് സഞ്ചരിക്കുന്നത്. അഗ്നി നീ എന്ത് ചെയ്യണം? നമ്മുടെ അടുത്തും ദൂരെയുള്ള പാപങ്ങളെ എല്ലാം ഇല്ലാതാക്കി തരണേ എന്ന് പറയുകയാണ്. എന്നിട്ട് നമ്മളെ രക്ഷിക്കണേ എന്ന് പറയുകയാണ്. ഇപ്പം ദൂരെയുണ്ട് ഒരു ശത്രു വിമാനം വരുമ്പോൾ നമ്മളിവിടുന്ന് ഈ വേവ്സിന് അയച്ചു കൊടുക്കും. അതവിടെ പോയിട്ട് നോക്കിയിട്ട് ആ ശത്രുവിൻ്റെ വിമാനം പോകുന്ന വഴി കണ്ടുപിടിക്കും. എന്നിട്ട് തിരിച്ചു വന്നിട്ട് പറയും ഇങ്ങനെ ഈ വഴിയിലൊക്കെയാണ് പോകുന്നത്. അപ്പം നമ്മളൊരു മിസൈൽ കൊടുക്കും. മിസൈലിനെയും ഇത് തന്നെ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് നിയന്ത്രിക്കും. എന്നിട്ട് പോയിട്ട് എന്ത് ചെയ്യും? അതിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് പൊട്ടിക്കും. അപ്പം പ്ലെയിന് കത്തിയിരിക്കുക. അപ്പം ഇതിനെയെല്ലാം നമ്മളെ രക്ഷിക്കുന്ന എല്ലാ ആധുനിക യുദ്ധോപകരണങ്ങളിലും എല്ലാം ഇലക്ട്രോ മാഗ്നറ്റിക് ദൂരെയുള്ള ശത്രുവിനെയും ഇല്ലാതാക്കും, അകത്തുള്ള ശത്രുവിനെയും ഇല്ലാതാക്കും. അകത്തുള്ള ശത്രുവിനെ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കാനെല്ലാം ചെയ്യുമ്പോൾ ഇത്തരം വേവ്സുകളെല്ലാം തന്നെയാണ് ഉള്ളിലേക്ക് കടന്നിട്ട് അകത്ത് വല്ല കല്ലുണ്ടെങ്കിൽ നമുക്ക് അതിനെ കണ്ടെത്താനെല്ലാം സഹായിക്കും. അതോടെ നമ്മുടെ പാപങ്ങൾ തീരുന്ന, പാപം എപ്പോഴാണ്? കഷ്ടപ്പെടുമ്പോഴാണ് പാപാവസ്ഥ എന്ന് പറയുന്നത്. സുഖിക്കുമ്പോഴും സ്വർഗാവസ്ഥയും. അപ്പോൾ നമ്മളെ പാപം ഇല്ലാതാക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. ഇപ്പം ഇലക്ട്രോണിക്സ് എന്നെല്ലാം പറയുന്ന ആ ശാസ്ത്ര വിഭാഗം, അതിൻ്റെ പിന്നിലുള്ള അഗ്നിയെ പറ്റിയാണ് ഇവിടെ പരാമർശം.